നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. നിത്യനിദ്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അടക്കം ചെയ്തു. നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയതിന് 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം. രാസലഹരിക്കെതിരെ ഈവനിംഗ് വാക്ക് നടത്തി AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. ലഹരിക്കെതിരെ കരുനീക്കവുമായി കാവല്ലൂരിലെ കുട്ടിക്കൂട്ടം. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദാ തദ്ദേവുസിന്റെ ഊട്ടുതിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. നിത്യനിദ്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അടക്കം ചെയ്തു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പായ്ക്ക് കണ്ണീരോടെയും ആദരവോടെയും വിട നൽകി ലോകം. പാപ്പായുടെ ആഗ്രഹം പോലെ തന്നെ സാന്താ മറിയ മജോറ ബസിലിക്കയിലാണ് പാപ്പായുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. തന്റെ ശവകുടീരം അലങ്കാരങ്ങളൊന്നുമില്ലാതെ ലളിതമായി നിലത്തായിരിക്കണമെന്നായിരുന്നു പാപ്പ തന്റെ മരണപത്രത്തിൽ പറഞ്ഞിരുന്നത്. പാപ്പായുടെ സംസ്കാര ചടങ്ങുകൾ സ്വകാര്യമായിട്ടാണ് നടത്തിയത്. സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത്. സംസ്കാര ചടങ്ങിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള ലോക നേതാക്കളും 10,000-കണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജയോവന്നി ബാസ്റ്റീറയാണ് ദ്യൂബലിക്ക് നേതൃത്വം നൽകിയത്. ചത്തുരത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം 4 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായിട്ടാണ് എത്തിച്ചത്. വിലാപയാത്രയിലുടനീളം വഴിനീളെ വെള്ളപ്പൂക്കളുമായി ജനസാഗരമാണ് കാത്തിരുന്നത്. നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയതിന് 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം. പാലിയേക്കര ടോൾ പ്ലാസയിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ നികുതി അടയ്ക്കാതെയാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിലൂടെ സർവീസ് നടത്തിയിരുന്ന വാഹനങ്ങളെയാണ് പിടികൂടിയത്. 7 വാഹനങ്ങളിൽ നിന്നായി 11,60,700 രൂപ നികുതി ഇനത്തിൽ ഈടാക്കി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ VP ബിജു, K അശോക് കുമാർ, KB ഷിജോ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KJ വിപിൻ, സുമേഷ് തോമസ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആരംഭിച്ച പരിശോധന ശനിയാഴ്ച പുലർച്ചെ 2 മണിവരെ പരിശോധന നീണ്ടു. രാസലഹരിക്കെതിരെ ഈവനിംഗ് വാക്ക് നടത്തി AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഈവനിംഗ് വാക്ക് ഉദ്ഘാടനം ചെയ്തു. രാസലഹരി ഉപയോഗവും വിപണനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരിനൊപ്പം AIYF ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി പറഞ്ഞു. ചടങ്ങിൽ AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, VR സുരേഷ്, VK അനീഷ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം KS മിഥുൻ, VS ശ്രീജിത്ത്, AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി VN അനീഷ്, PU ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ PS സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതുക്കാട് സെന്ററിൽ സമാപിച്ചു. കൊലപ്പെടുത്തിയപ്പോൾ അതിശക്തമായ സമരമുഖങ്ങൾ തുടർന്ന വിപ്ലവ യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് AIYF എന്നത്. ആ AIYFിന്റെ നേതൃത്വത്തിലാണ്, പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാസലഹരിക്കെതിരെ ഇങ്ങനെയൊരു ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചത്. കാവല്ലൂരിലെ കുട്ടികൾക്ക് വിജ്ഞാനമാണ് ലഹരി. തേരും രാജാവും പടയാളികളും ഒക്കെയാണ് ഈ കുട്ടികൾക്ക് കൂട്ട്. മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ വിരലോടിച്ച് നേരം കളയുന്ന പുതുതലമുറയ്ക്ക് ഒരു പാഠഭേദമാവുകയാണ് കാവല്ലൂരിലെ ഈ കുട്ടിക്കൂട്ടം. വെളുപ്പും കറുപ്പും നിറങ്ങളിലുള്ള 64 കളങ്ങളുള്ള ചെസ് ബോർഡിൽ
എതിരാളികളെ കുഴപ്പിക്കുന്ന നീക്കങ്ങൾക്കാണ് ഇവർ വിരൽ ചലിപ്പിക്കുന്നത്. കാവല്ലൂർ ഗ്രാമത്തിന്റെ കെടാവിളക്കായി പ്രവർത്തിക്കുന്ന കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വായനശാലയുടെയും നേതൃത്വത്തിലാണ് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾക്കായി ഈ വേനൽ അവധിക്കാലത്ത് സൗജന്യ ചെസ് പരിശീലന പദ്ധതി ആരംഭിച്ചത്. വിവിധ പ്രായക്കാരായ 30ഓളം കുട്ടികളാണ് ദിവസവും വൈകിട്ട് 4 മുതൽ 6 വരെ ചെസ് പരിശീലനത്തിനായി ഇവിടെ എത്തുന്നത്. നിരവധി പേർക്ക് ചെസ്സിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള പരിശീലകൻ വിജയകുമാറിന്റെ ശിക്ഷണത്തിലാണ് ചതുരംഗക്കളത്തിലെ പോരാട്ടത്തിന് ഇവർ സജ്ജരാകുന്നത്. ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇതെന്നും വരും തലമുറയിലേക്ക് വിജ്ഞാനത്തിന്റെ ലഹരി പകരുകയാണ് ക്ലബിന്റെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് രാജു കിഴക്കൂടൻ പറഞ്ഞു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വായനശാലയുടെയും സഹകരണത്തിലാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് ഈ 2 മാസ കാലയളവിൽ നമ്മുടെ കുട്ടികൾ വീട്ടിലിരിക്കുകയും അവർ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗവും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ വലിയൊരു വിപത്തായി തീർന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം അമിതമായി കൂടി വരികയാണ്. അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി വിജ്ഞാനമാണ് ലഹരി എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഏകദേശം നമ്മുടെ ഈ പ്രദേശത്തെ 30ഓളം കുട്ടികൾ വൈകുന്നേരം 4 മണി തൊട്ട് 6 മണി വരെ ചെസ് കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. നാളത്തെ ഇത്തരം കുട്ടികളിൽ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്തേക്ക് വരുന്നതിനും അതുപോലെ തന്നെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വായനശാലയിൽ നമ്മൾ ചെസ് കോച്ചിങ് പരിപാടി നടന്നു വരുന്നത്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും റീലുകൾക്കും ഗെയിമുകൾക്കും അടിമപ്പെടുന്നതിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കവിത വായനശാല പ്രസിഡന്റ് ജസ്റ്റിൻ കാവല്ലൂർ പറയുന്നു. നമ്മളൊരു ക്ലബും വായനശാലയും സംയുക്തമായിട്ട് ചെസ്സിന്റെ പരിശീലനം ഇവിടെ നടത്താമെന്ന് തീരുമാനിച്ചു തന്നെ അമിതമായിട്ടുള്ള കുട്ടികളുടെ മൊബൈലിന്റെ ഉപയോഗം ഈ ചെസ്സിന്റെ ലഹരിയിലേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ അത് ഒഴിവായി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു സംരംഭം ക്ലബുമായിട്ട് നമ്മൾ സഹകരിച്ച് ചെയ്തത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ക്ലബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ക്ലബിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഓരോ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും വളർന്നു വരുന്ന തലമുറയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നമുക്ക് എന്ത് പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു ആശയം പൊന്തി വന്നത്. അപ്പൊ ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഈ വെക്കേഷനിൽ നമുക്ക് കുട്ടികളെ ചെസ് പഠിപ്പിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി സൗജന്യമായിട്ട് തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിജയൻ സാറാണ് അത് ക്ലാസ് എടുക്കുന്നത്. ആളും വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. കുട്ടികൾ നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. കരുനീക്കത്തിലെ കൃത്യതയിൽ എതിരാളികളെ മറികടന്ന് മുന്നേറുമ്പോൾ കുട്ടികളും ഹാപ്പിയാണ്. ഈ കളി എനിക്ക് കൂടുതൽ ബുദ്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ക്ലബ്ബ് നടത്തണ ഈ പരിപാടി നല്ലൊരു പരിപാടിയാണ്. ഇവര് ഈ നടത്തണ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട്. എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്നുണ്ട്. ഈ ക്ലബിന്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ നന്ദി പറയുന്നു ഈ ചെസ് പരിപാടി നടത്തി തരുന്നതിന്. ഈ ചെസ് ഒരു അറിവിന്റെ ലോകമാണ്. എനിക്ക് അറിവ് നന്നായി എൻ്റെ ഉള്ളിലേക്ക് അറിവ് നന്നായി ലഭിക്കുന്നുണ്ട്. ഈ ചെസ്സിലൂടെ എനിക്ക് നന്നായി എൻ്റെ ബുദ്ധി വികസിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇവരൊക്കെ ക്ലബ്ബ് നടത്തുന്നത് കൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷമാണ്. ഈ ചെസ് എനിക്ക് മറ്റുള്ളവരുടെ ഒപ്പം പങ്കുവെച്ച് ഇങ്ങനെ കളിക്കാൻ പറ്റും. എനിക്ക് കുറെ കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട്. വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിരന്തരം ഇടപെടുന്ന കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ 34ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭാവി തലമുറയുടെ സുരക്ഷിതത്വവും നന്മയും ഉറപ്പാക്കുകയാണ് ഈ മഹത്തായ ലക്ഷ്യത്തിലൂടെ. നാടിന്റെ ഭാവി പ്രതീക്ഷകളാകേണ്ടവരിൽ പിടിമുറുക്കുന്നതിലൂടെ നവമാധ്യമങ്ങളും ലഹരി സംഘങ്ങളും നടത്തുന്നത് ഒരു നാടിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇതിനെതിരെ പ്രതിരോധത്തിന്റെ കവചം തീർക്കുകയാണ് കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സൗജന്യ ചെസ് പരിശീലന പദ്ധതി. കറുപ്പും വെളുപ്പുമായ ചെസ് ബോർഡിലെ 64 കളങ്ങളിലെ രാജാവും തേരും പടയാളികളുമായാണ് ഇവരുടെ യുദ്ധസന്നാഹം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു.
ക്ലബ്ബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി വിൽസൺ പഴുങ്കാരൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ലബ്ബ് സെക്രട്ടറി KJ ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS പ്രീജു, സൈമൺ നമ്പാടൻ, കവിത കർഷക കൂട്ടായ്മ പ്രസിഡന്റ് KK ഗോകുലെ, ഇന്ത്യയുടെ വിവിധ സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്ത PR ജയദേവൻ, KA സുകുമാരൻ, KL റൈസൻ, കവിത വായനശാല പ്രസിഡന്റ് ജസ്റ്റിൻ കാബല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മട്ടത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് ഉദ്ഘാടനം ചെയ്തു. മുൻ സൈനികൻ CJ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ്ബ് ഭാരവാഹി PM ജോണി, പോൾ കോട്ടക്കൽ, TP ജയ്മോൻ എന്നിവർ പ്രസംഗിച്ചു. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മാലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിച്ചു. പൊന്നാനി സ്വദേശിയാണ്. ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള ആധികാരികമായ പഠനം MGS ആണ് നടത്തിയത്. ഈ പഠനത്തിന് ശേഷമാണ് പെരുമാൾ ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത്. ചരിത്ര രംഗത്തും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായിരുന്നു MGS. ശില താമ്രലിഖിതങ്ങൾ കണ്ടെത്തിയതായിരുന്നു MGSന്റെ ഗവേഷണം. കേരള ചരിത്ര ഗവേഷണത്തിൽ മികവ് തെളിയിച്ചു. അന്തർദേശീയ ശ്രദ്ധ നേടിയ ഒട്ടേറെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടനിലെയും റഷ്യയിലെയും സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആനന്ദപുരം തറക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ 4:30 പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, എതിർത്ത പൂജ എന്നിവ ഉണ്ടാകും. തുടർന്ന് നടയിൽ പറന്നിറക്കൽ, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 2:30 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി അരങ്ങേറും. ഗുരുവായൂർ നന്ദനൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പഞ്ചവാദ്യത്തിന് കുന്നിശ്ശേരി അനിയന്മാരാരും പാണ്ടിമേളത്തിന് പെരുവനം സതീശന്മാരാരും നേതൃത്വം നൽകും. തുടർന്ന് വൈകിട്ട് 6:30 മുതൽ നിറമാല, ചുറ്റുവിളക്ക്, രാത്രി 8 മണിക്ക് ഗുരുതിയും, രാത്രി 10:30 നാടകവും, തുടർന്ന് പുലർച്ചെ വിവിധ സമുദായങ്ങളുടെ കളിസമർപ്പണവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കൊടകരയിൽ അറിയിച്ചു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് P മജു, സെക്രട്ടറി V സോമനാഥൻ, കൺവീനർ KV ഷൈനോജ് എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 25, 26, 27, 28 ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ്. 25-ാം തീയതി പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് 6:30 അമ്മന്നൂർ ചാക്യാരുടെ താഴ്വഴിയായ രജനീഷ് ചാക്യാരാണ് ഭദ്രദീപവും കുറച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റിന്റെ സ്വിച്ച് ഓഫ് ആണ് നടത്തുന്നത്. ഹിമാചൽ പ്രദേശ് ധാരംശാലയിൽ വെച്ച് നടന്ന 7ാമത് നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ തിളങ്ങി കേരളം. MP റെനീഷ് 3 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവുമാണ് നേടിയത്. റെനീഷ് ഇല്ലിക്കൽ 1 സ്വർണവും 1 വെള്ളിയും, MP ജാക്സൺ 2 വെള്ളിയും 2 വെങ്കലവും നേടി. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദാ തദേവുസിന്റെ ഊട്ടുതിരുനാൾ ഏപ്രിൽ 30 ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ നിർവഹിക്കും. ഏപ്രിൽ 29 ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ഫാദർ സിൻഡോ നങ്ങിണി, ഫാദർ ലിബിൻ മച്ചിങ്ങൽ, ഫാദർ ഡെൽബി തെക്കുംപുറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രസിദ്ധി വാഴ്ച, ലതീഞ്ഞ്, പാട്ടുകുർബാന, നൊവേന, പള്ളിചുറ്റി പ്രദർശനം, രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ ഉണ്ടാകും. തിരുനാൾ ദിനമായ ബുധനാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് കുട്ടാല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ടോണി മണിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദർശനം, ഊട്ടുനേർച്ച എന്നിവ ഉണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് എളങ്ങുന്നപ്പുഴ, ജനറൽ കൺവീനർ ജോസ് മൂത്തേടൻ, ഭാരവാഹികളായ സീഖോ മഞ്ഞളി, വിൽസൺ കാരാത്ര, ജോൾസൺ കൈപ്പിള്ളി പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. സെന്റ് മേരീസ് ഇടവകയിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ ഊട്ടുതിരുനാൾ ഏപ്രിൽ മാസം 30-ാം തീയതി വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. പെരുന്നാൾ ഒരുക്കമായുള്ള നവനാൾ ഏപ്രിൽ 21-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 27-ാം തീയതി ഞായറാഴ്ച രാവിലെ കൊടിയേറ്റമാണ്. കൊടിയേറ്റം നടത്തുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ
വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറേശനാണ്. തുടർന്ന് കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ ഔസേപ്പിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മെയ് 4-നാണ് ഊട്ടുതിരുനാൾ. കോടാലി അമ്പനോളി സെന്റ് ജോർജ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആഷിൽ കൈതാരൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഹൊസൂർ രൂപതയിലെ കോടമ്പാക്കം ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ പറപ്പുള്ളി കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 9-ന് തലശ്ശേരി അതിരൂപതാംഗം ഫാദർ ലിൻസ് വെട്ടുവയലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഉണ്ടാകും. പാലാരിവട്ടം POC ബൈബിൾ അപ്പോസ്റ്റലേറ്റ് സെക്രട്ടറി ഫാദർ ജോജു കോക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, കോഴി നേർച്ച, ലേലം എന്നിവ നടക്കും. വൈകുന്നേരം 6-ന് ഇടവക ദിനാഘോഷവും മതബോധന കുടുംബ സമ്മേളന ഭക്തസംഘടന വാർഷികവും ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്യും. രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോജി പാലമറ്റം അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഇടവകാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറും. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനസിന്റെയും വിശുദ്ധ തോമസ് ലൂഹായുടെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ റോബി വളപ്പില കാർമ്മികനാകും. ഫാദർ ദിലീപ് വിധേയത്തിൽ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദർശനം, 7-ന് സമാപനാശീർവാദം, വർണ്ണമഴ എന്നിവയുണ്ടായിരിക്കും. അക്ഷയ സംരംഭകരുടെ കൂട്ടായ്മയായ ഫെയ്സിന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. ഫെയ്സ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ M. അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സദാനന്ദൻ, സംസ്ഥാന ട്രഷറർ CY നിശാന്ത്, സുനിൽ സൂര്യ, S. സതീദേവി, AM രവീന്ദ്രൻ, പ്രദീപ് മംഗലത്ത്, ഭീമ ഷാജു, K. തങ്കമണി എന്നിവർ പ്രസംഗിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 162ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പറപ്പുകര സ്വദേശിനി ഗംഗ ഗോപിക്ക് മെയ് 1-ന് പൗരസ്വീകരണം നൽകും. വ്യാഴാഴ്ച വൈകിട്ട് 4:30-ന് മുത്രത്തിക്കര ഓർക്കിഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ബഹുജന റാലിയുടെ പ്രചരണാർത്ഥം കോടാലി മുഹമ്മദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. ഖത്തീബ് മുസമ്മിൽ അൻവരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏപ്രിൽ 29-ന് തൃശൂരിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെയ് 2025 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ ജോലി ചെയ്യുവാൻ താൽപര്യമുള്ള അലോപ്പതി ഡോക്ടർമാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകർ MBBS യോഗ്യതയുള്ളവരും TCMC രജിസ്ട്രേഷൻ ഉള്ളവരും ആയിരിക്കണം. അപേക്ഷകൾ മെയ് 5 വൈകിട്ട് 5 മണിക്ക് മുൻപ് മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, കൊടകര, പിൻ 680684 എന്ന വിലാസത്തിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഓഫീസിൽ ലഭിച്ചിരിക്കണം. കൊടകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,005 രൂപയും പവന് 72,040 രൂപയും രേഖപ്പെടുത്തി. ചെങ്ങാലൂർ മാട്ടുമല വായ്ക്കപ്പറമ്പിൽ രവീന്ദ്രൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിത്യനിദ്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അടക്കം ചെയ്തു.
നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയതിന് 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം. രാസലഹരിക്കെതിരെ ഈവനിംഗ് വാക്ക് നടത്തി AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. ലഹരിക്കെതിരെ കരുനീക്കവുമായി കാവല്ലൂരിലെ കുട്ടിക്കൂട്ടം. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദാ തദ്ദേവുസിന്റെ ഊട്ടുതിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.